ഏതെങ്കിലും ഒരു സഹോദരനെ നമ്മൾ അപവാദം പറഞ്ഞാൽ, അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നടന്നാൽ, അത് സംഘടനയുടെ പേരിലാണെങ്കിലും ശരി, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ശരി, അത് കുടുംബത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഏത് വിഷയത്തിലാണെങ്കിലും പോലും ഒരാളെ പറ്റിയിട്ട് നമ്മൾ അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ, അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളെ മോശമായി പറഞ്ഞാൽ, അയാൾ പൊറുക്കുന്നത് വരെ അല്ലാഹു പൊറുക്കൂല. വിശുദ്ധമായ ഖുർആനിലെ 3 ആയത്തുകളുണ്ടത്രേ. ആ 3 ആയത്തുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ആയത്തുകൾ 3ഉം 2 കാര്യങ്ങൾ അല്ലാഹു ചേർത്ത് പറഞ്ഞതാ. ഒന്ന് ഒരു വിഷയത്തോട് മറ്റൊരു വിഷയത്തെ ചേർത്ത് പറഞ്ഞ 3 ആയത്തുകൾ ഖുർആനിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകൾ 3 ഒരു കാര്യം അടുത്ത കാര്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളാ. ഒരു കാര്യം ഇല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടാവുകയില്ല. ഒരു കാര്യം സ്വീകരിക്കപ്പെടാതെ മറ്റൊന്ന് സ്വീകാര്യമല്ല. ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ അതിനോട് ചേർന്ന് പറഞ്ഞ കാര്യത്തിനും വീഴ്ച തന്നെയാണ്. അങ്ങനത്തെ 3 ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഏതാണ് ആയത്തെന്നറിയോ? അല്ലാഹു പരിചയപ്പെടുത്തുന്നു, അഖീമുസ്സലാ വആത്തുസ് സക്കാ. 3 ആയത്തുകളിൽ 1-ാമത്തെ ആയത്ത് ഇതാണ്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറയുകയാണ്, അഖീമുസ്സലാ വആത്തുസ് സക്കാ. നിങ്ങളെ നമസ്കാരം നിലനിർത്തുക, നിങ്ങളെ നമസ്കാരം നിലനിർത്തുക. വആത്തുസ് സക്കാ, നിങ്ങളെ സക്കാത്ത് കൊടുത്തു വീടുക. പ്രിയപ്പെട്ടവരെ, ഒരു ആയത്ത് ഇതാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് പടച്ച തമ്പുരാൻ അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ഒന്ന് നമസ്കാരത്തിന്റെ വിഷയമാണ്, അടുത്തത് സക്കാത്തിന്റെ വിഷയമാണ്. ഒന്ന് അല്ലാഹുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഒന്ന് അടിമകളുമായി ബന്ധപ്പെട്ടതാണ്. നിസ്കാരം അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന കാര്യമാ, എന്നാൽ സക്കാത്ത് പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ സഹോദരങ്ങളെ? ഈ അടുത്തടുത്ത് പറഞ്ഞ ഈ 2 കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഒന്ന് മറ്റൊന്നിന്റെ പൂരകമാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ലാതെ പടച്ചവന് സക്കാത്ത് വേണ്ട. മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ജീവിത ശൈലി പുലർത്തുന്ന ഒരാള് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തില്ലെന്നിരിക്കട്ടെ, അവന്റെ നിസ്കാരം അല്ലാഹു തആല അവന്റെ നിസ്കാരം ഒഴിവാക്കിയിട്ട് പടപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുന്നവര് ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കാരമില്ല. പക്ഷേ എവിടെയാണോ സങ്കടപ്പെടുന്ന കുടുംബമുള്ളത്, എവിടെയാണോ കെട്ടിച്ചേക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ടവരുള്ളവര്, എവിടെയാണ് പട്ടിണി കിടക്കുന്ന കുടുംബമുള്ളത്, അവിടെയെല്ലാം സാമ്പത്തിക സഹായം നൽകുന്ന ആളുകളാ. പക്ഷേ 5 നേരം നിസ്കാരം അവന്റെ ജീവിതത്തിലില്ല. എന്നാൽ സക്കാത്ത് കൊടുക്കുന്ന അവന് നിസ്കാരമില്ലെങ്കിൽ ആ സക്കാത്ത് പടച്ചവന് വേണ്ട. അതേപോലെ തിരിച്ചും നിങ്ങളൊന്ന് ചിന്തിക്കണേ. പരസ്പരം പൂരകമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റതുള്ളൂ, 2ഉം പരസ്പരം പൂരകങ്ങളാണ്. 5 നേരം പള്ളികളിൽ നമസ്കരിക്കുന്നവനാ, പക്ഷേ പാവങ്ങളുടെ വിഷയത്തിൽ ഇടപെടാത്തവനാ, സക്കാത്ത് കൊടുക്കാത്തവനാണ്, പട്ടിണി കിടക്കുന്ന പാവങ്ങളെ മൈൻഡ് ചെയ്യാത്തവനാണ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവര് യാതൊരു നിലയിലുമുള്ള സഹായം നൽകാത്തവനാ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാണ്, അവന്റെ നമസ്കാരം അല്ലാഹു വേണ്ട, സക്കാത്തില്ലാത്തവന്റെ നിസ്കാരം അല്ലാഹു വേണ്ട, അതുപോലെ നിസ്കാരമില്ലാത്തവന്റെ സക്കാത്തും അല്ലാഹുവിന് വേണ്ട. അതുപോലെ വിശുദ്ധ ഖുർആൻ 2ാമത് പരിചയപ്പെടുത്തിയ ആയത്ത് ഏതെന്നറിയോ? അനിഷ്കുർലി വലിവാലിദൈക, അനിഷ്കുർലി വലിവാലിദൈക. ഓ മനുഷ്യ, എനിക്ക് നീ നന്ദി കാണിക്കണേ, എനിക്ക് നീ നന്ദി രേഖപ്പെടുത്തണേ. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി രേഖപ്പെടുത്തണേ. ഇത് സഹോദരങ്ങളെ ഖുർആനിലെ 2ാമത്തെ ആയത്താണ്. ഈ 2 കാര്യങ്ങൾ പരസ്പര പൂരകങ്ങളാ. ഒന്നൊന്നോട്
ഒന്നോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്ന് പടച്ചവനുമായി ബന്ധപ്പെട്ടതാണ് ശുക്ർ, രണ്ടാമത്തേത് പടപ്പുകളുമായി ബന്ധപ്പെട്ടതാണ്. ഉമ്മയും ബാപ്പയും അനുസരിക്കുന്ന വിഷയമാ, അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നില്ലാതെ മറ്റതല്ലാക്ക് വേണ്ട. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് അള്ളാന്റെ പള്ളിയിൽ എഴുത്തിക്കാഫിരുന്ന അവന്റെ എഴുത്തിക്കാഫ് പടച്ചോന് വേണ്ട. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരെ, മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അവരുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ, അവരുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്തുന്നവരെ, നിങ്ങളുടെ ശുക്ർ അല്ലാഹു വേണ്ടത്രേ. എന്നാൽ ചിലരുണ്ട് മാതാപിതാക്കളോട് പ്രിയം വെക്കുന്നവരാ, അവർക്ക് വേണ്ട എല്ലാം നന്ദിയും കടപ്പാടുകളും നിർവഹിക്കുന്നവരാ, പക്ഷെ പടച്ചവന് ശുക്രില്ലാത്തവരാ. എന്നാൽ ആ ശുക്റും അല്ലാഹു വേണ്ട. ഇതാണ് രണ്ടാമത്തെ ആയത്തൊന്ന് പടച്ചവനും മറ്റു പടപ്പുകളുമായി ബന്ധപ്പെട്ടതാ. ഇനി മൂന്നാമതൊരായത്ത് കൂടിയുണ്ട്. ഏതെന്നറിയോ? നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം, റസൂലിനെയും നിങ്ങൾ വഴിപ്പെടണേ. ഇതെന്റെ സഹോദരങ്ങളെ, ഇവിടെ ഒന്ന് പടച്ചവനുമായി ബന്ധപ്പെട്ടതാണ് ഇത്താഅത്തുല്ലാഹ്, രണ്ടാമത്തേത് ഇത്താഅത്തു റസൂൽ, പടപ്പുമായി ബന്ധപ്പെട്ടതാ. അല്ലാഹുവിനെ വഴിപ്പെടുന്നവര് റസൂലുള്ളാഹിനെ വഴിപ്പെടുന്നില്ല. നമ്മുടെ കാലഘട്ടത്തിന്റെ നവീനവാദികൾ പറയാറുണ്ടല്ലോ, അല്ല എന്ത് പറഞ്ഞു ഞാൻ അനുസരിച്ചോളാ, അല്ല അല്ലാത്ത ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. പോരാ, പടച്ചതമ്പുരാ എന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അവൻ അനുസരിക്കാനാ. അതേ അനുസരണ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്നത് വരെ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ഇത്താഅത്ത് പൂർത്തിയാക്കുന്നവരല്ല. ഇനി ചില ആളുകളുണ്ട്, റസൂൽ എന്ത് പറഞ്ഞാലും അനുസരിക്കും, പക്ഷെ അല്ല പറയുന്നത് അനുസരിക്കൂല. അതും അല്ലാഹു വേണ്ട. ഇങ്ങനെ മൂന്ന് ആയത്തുകളെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ, ഒന്ന് പടപ്പിനോടും മറ്റത് പടച്ചവനോടും ബന്ധപ്പെട്ട കാര്യങ്ങളാ. അതുകൊണ്ട് പടപ്പിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാതെ പടച്ചവന്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്നവരെ ഇല്ല. പടച്ചവന് നമ്മുടെ ഇബാദത്തുകൾ ഒന്നും വേണ്ട. അതുകൊണ്ട് 5 നേരം പള്ളിയിൽ പോകുന്നവർ കാണിക്കുന്ന ജാഗ്രത, പ്രിയപ്പെട്ടവരെ, അപ്പുറത്തെ വീട്ടിലെ പാവപ്പെട്ടവനോട് നമ്മൾ കാണിക്കുന്നത് വരെ ഹജ്ജിന് പോകാനുള്ള താല്പര്യം, ഹജ്ജിന് പോകാനുള്ള താല്പര്യം, ഉംറ ചെയ്യാനുള്ള ത്യാഗ മനസ്ഥിതി ഉണ്ടല്ലോ, അത് നമ്മുടെ കൂടപ്പുറപ്പുകളെ സങ്കടപ്പെടുമ്പോൾ അവരുടെ വിഷയത്തിൽ ഇടപെടുന്നത് വരെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പരാജയം അള്ളാഹുവിനോടുള്ള ഹഖൂഖുകൾ പാലിക്കാത്തതല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമകളോടുള്ള വീഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ അങ്ങനെയൊക്കെ അള്ളാഹുവിനെ മാത്രം മതി എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാൻ എന്റെ റബ്ബിനെ അനുസരിച്ചോളാം, എന്റെ റബ്ബ് എന്ത് പറയുന്നു ഞാനത് അംഗീകരിച്ചോളാം, പടപ്പുകളുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്റെ അയ്യായയിലെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രക്ഷപ്പെടാൻ പറ്റുമോ? പറ, തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ? ഉണ്ടോ? അള്ളാഹുവിനെ അനുസരിച്ച് കൃത്യമായി ഞാൻ എന്റെ റബ്ബും ഞാനും എന്റെ പടച്ചോനും, ഞാനും എന്റെ റബ്ബും, ഞാനും എന്റെ അള്ളാഹുവും, വേറെ ഒരു കാര്യങ്ങളും എനിക്കറിയണ്ട എന്ന തീരുമാനമെടുത്തിട്ട് ദിക്റും ശുക്റും ഫിക്റുമായിട്ട് കഴിയുന്ന ഈ അയ്യായയിലെ ഒരാള് ബാങ്ക് കേട്ട ആ സമയത്ത് പറവകൾ പറന്ന് പാറിപ്പറന്ന് കൂട്ടിലേക്ക് പോകുന്നത് പോലെ പള്ളിയിലേക്ക് വരുന്ന ഒരാള് നിസ്കാരം കഴിഞ്ഞ ഓടി വീട്ടിൽ വരും, നാട്ടിലുള്ള ഒരു വിഷയത്തിലും ഇടപെടുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇയാൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് തോന്നിയാ ഞാൻ പറയും, ആ തോന്നല് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ആ തോന്നല് തെറ്റിദ്ധാരണയാണ്, നിസ്സാരമാണെന്ന് കരുതരുത്. നബിയെ, ഞാൻ നല്ലവനാണോ? ഞാൻ നല്ലവനാണോ? ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കിക്കോ. എന്താ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്? ഞാനല്ല മോനെ അതിന് മറുപടി പറയേണ്ടത്, നിന്റെ അയൽക്കാരനോട് ചെന്നിട്ട് ചോദിക്കും ഞാൻ നല്ലവനാണോ എന്ന്. ഞാൻ നല്ലവനാണെന്ന് എന്റെ അയൽവാസി സർട്ടിഫൈ ചെയ്താൽ നീ നല്ലവനാണ്. അവൻ പറയാണ് നീ മോശക്കാരനാണ്, എന്നാ നീ മോശക്കാരൻ തന്നെ. അവിടെ ആരാ തീരുമാനിക്കേണ്ട നമ്മുടെ നന്മയെ പറ്റി, നമ്മുടെ തിന്മയെ പറ്റി? അടുത്ത് കിടക്കുന്നവരാണ്.
അടുത്ത് കിടക്കുന്നവരാണ്. എത്ര പേരുണ്ട് ഇപ്പോഴും മതിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഞാനൊരു ജില്ല പറയുന്നില്ല, ജില്ല പറയാതെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ജില്ലയല്ല, മലപ്പുറം ജില്ലയല്ല, എന്തായിരുന്നാലും ഒരു ജില്ലയിൽ, അത് പേടിച്ചിട്ടല്ല, വെറുതെ ഫസാദ് ഉണ്ടാക്കണ്ടല്ലോ. ഞാനൊരു പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ എന്നെ കൊണ്ടുപോയ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ആ കെട്ടിടം കണ്ടു എന്ന് ചോദിച്ചു. നമ്മുടെ ഈ മമ്പൗസാദ പോലുള്ള വലിയ ഒരു പള്ളി, ആ പള്ളി അല്ല, ഒരു വീട്, ഭയങ്കരമായൊരു വീടാണ്. എന്നിട്ട് പറഞ്ഞു, ഈ വീട് ആ കാണുന്ന പള്ളിയുടെ മുന്നിൽ നിന്നാൽ നേരെ ഈ വീട് കാണാം, നന്നായിട്ട് കാണും. പള്ളിയിൽ വരുന്നവരുടെ ഒക്കെ കണ്ണ് ആ വീട്ടിലാണ്. നല്ല മനോഹരമായൊരു വീടാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വാപ്പയുടെ അനുജൻ, എളാപ്പാന്ന് നമ്മുടെ നാട്ടിൽ പറയില്ലേ, എളാപ്പയുടെ മകൻ, അവൻ അത് സഹിക്കുന്നില്ല. അങ്ങനെ അവന്റെ വീട് പള്ളിയുടെ മുറ്റത്ത് നിന്നാ കാണണ്ട. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഒരു ഹർഫ് ഇതിൽ കളവ് പറയുന്നില്ല. തങ്ങൾ ചോദിച്ചാൽ, വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ ഇൻഷാ അല്ലാഹ് ജില്ല പറഞ്ഞു കൊടുക്കും. വേണമെങ്കിൽ ആ വീടിന്റെ അടയാളം കൂടെ പറഞ്ഞു കൊടുക്കും. പൊതുവായി ഞാൻ പറയുന്നില്ല. ആ മലപ്പുറം ജില്ലയല്ല കേട്ടോ, തിരുവനന്തപുരം ജില്ലയും അല്ല. ആ വീട്ടിന്റെ മുറ്റത്ത്, ആ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ആ വീട് കാണാമെന്നുള്ളത് കൊണ്ട് വീടിന്റെയും പള്ളിയുടെയും ഇടയിൽ സ്ഥലം വാങ്ങിയിട്ട് 3 നില കെട്ടിടം അയാൾ കെട്ടി. എന്തിനാണെന്നറിയോ? ഒറ്റ കാര്യം അദ്ദേഹത്തിന് വാശി, പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോ ഇയാളുടെ വീട് കാണാൻ പാടില്ല. നിസ്കാരമുള്ളവനാണ്, ഇല്ലെങ്കിൽ പിന്നെ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോ വീട് കാണാൻ കഴിയുമെന്ന് ഇയാൾക്ക് അങ്ങനെ അറിയാം? നിസ്കാരം കൊണ്ടാളാ. എന്നാലും അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ കാണാൻ പറ്റുന്നു. നിങ്ങൾക്കറിയോ ഈ മനുഷ്യൻ ചെയ്ത പണി എന്താണ്? ഈ മനുഷ്യൻ ചെയ്തത്, ഞങ്ങളുടെ നാട്ടിലെ പാരപ്പറ്റ് കെട്ടുക എന്ന് പറയും. എന്താ പറയണ നിങ്ങളെ? സൈഡ് ഇങ്ങനെ കെട്ടി മുകളിൽ അല്ലേ, അത് കെട്ടി. അത് കെട്ടിയപ്പോഴും വീടിന്റെ ചില ഭാഗങ്ങൾ കാണാൻ പറ്റുന്നു. ഞാൻ ഹക്കാ പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ ആ വണ്ടിയിൽ കൊണ്ടുപോയിട്ട്, ഈ പാരപ്പറ്റ് കെട്ടിയിരിക്കുന്നത് ഒരു ഭാഗത്ത് ചെറിയ ഉയരത്തിലും ഇങ്ങോട്ടിങ്ങോട്ട് വരുമ്പോ വലിയ ഉയരത്തിലുമാണ്. അങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ഉയരത്തിൽ കെട്ടി അങ്ങ് മറച്ചപ്പോഴേക്ക് സമ്പൂർണമായി വീട് പള്ളിയുടെ മുറ്റത്ത് നിന്ന് മറഞ്ഞു. അദ്ദേഹത്തിന് നിർവൃതിയായി. ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാ? നിസ്കാരമുള്ള ആളാണ്, നോമ്പുള്ള ആളാണ്, പള്ളിക്ക് സഹായിക്കുന്ന ആളാണ്. പക്ഷെ തന്റെ മൂത്താപ്പയുടെ മകന്റെ വീട് പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ ആരും കാണണ്ട. ആ ഒരു മനസ്ഥിതിയുള്ള ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നല്ലവനാണോ എന്ന് തീരുമാനിക്കേണ്ടത് ജമലുലിൽ തങ്ങളല്ല. ഞാൻ നല്ലവനാണോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ കൂടെ വരുന്നവരല്ല. ഞാൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ സ്നേഹിതന്മാരോ എന്നെ സ്നേഹിക്കുന്നവരോ അല്ല. ഞാൻ നല്ലവനാണോ അല്ലയോ എന്ന് പറയേണ്ടത് നിങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ട് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളുകൾ ചോദിച്ചു നോക്കണം, ഇയാൾ എങ്ങനെയുണ്ട്. അപ്പൊ അറിയാം. പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴല്ലേ ഇയാളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത്. ആ സമയത്ത് 100 നാവാണ് സഹാബത്തിന് നബിയേ, അയാള് നല്ല മനുഷ്യനാ. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞതെന്താണ്? അയാൾക്ക് സ്വർഗമാണ് സഹാബാ. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകളോട് ചോദിച്ചു, ഇയാളെ പറ്റി നിങ്ങളുടെ നിലപാടെന്താ? അയാള് മോശക്കാരനാണ് നബിയേ, അയാളുടെ സ്വഭാവം ദുസ്വഭാവമാണ്. ആ സമയത്ത് തിരുനബി പറഞ്ഞു, ദഖലന്നാർ, അയാളുടെ സങ്കേതം നരകമാണ്. എന്തുകൊണ്ടും അറിയോ? ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാത്തത് കൊണ്ടാ. അതുകൊണ്ട് അയ്യായിലെ മമ്പൗസാദയുടെ കലാലയമുറ്റത്ത് ഒരുമിച്ച് കൂടിയ എന്റെ നൂറുകണക്കിന് സഹോദരിമാരോട്, എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, പടച്ചവനോടുള്ള ബാധ്യതകളെ സമ്പൂർണമായി പാലിക്കുന്നവരെ, പടപ്പുകളോടുള്ള ബാധ്യതകൾ കൂടി പാലിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇല്ലാത്തടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വട്ട പൂജ്യം തന്നെയാണ്, സംശയമില്ല. നിങ്ങൾക്കറിയോ, വിശുദ്ധമായ ഖുർആനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാ. ഞാൻ ചോദിക്കുകയാണ്, അയ്യായയുടെ മുറ്റത്ത് നിങ്ങൾ എത്രയോ വഴുത കേട്ടവരാ. ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ പഠിക്കുന്നവരല്ലേ നിങ്ങൾ? ഖുർആനുമായി
ബന്ധപ്പെടുന്നവരല്ലേ മലപ്പുറം ജില്ലക്കാര്. ഖുർആൻ ഹൃദയത്തിലേറ്റ് പരിശുദ്ധമായ ഖുർആനിനെ ജീവന്റെ ജീവനായി കാണുന്നവരെ, സുജൂദ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അടിമ ഉടമസ്ഥനായ പടച്ചവന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ വിധേയപ്പെടുന്നത് സുജൂദിലാണല്ലോ. ആ സുജൂദിൽ എന്ത് ദിക്റാണ് ചൊല്ലേണ്ടതെന്ന് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂറത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സുജൂദിൽ പറയേണ്ടത് എന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി. ഖുർആന്റെ ഏത് സൂറത്തിലാണുള്ളത്? ഏത് സൂറത്തിലാണുള്ളത് അറിയോ? ഈ ദുആ ഏത് സൂറത്തിലുണ്ടെന്ന് അറിയോ? രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ നമ്മൾ ഒരുപാട് ദിക്റും മജ്ലിസുകളിലും ഓൺലൈൻ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുകയാണല്ലോ. നിങ്ങൾക്കറിയോ സുജൂദിൽ ഈ പറയുന്ന ദിക്ർ ഖുർആനിന്റെ ഏതായത്താണെന്ന്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി. ഏതായത്താ? ഏത് സൂറത്തിലാ? ഏത് ജുസുഇലാ? ഏത് ഭാഗത്താ? അങ്ങനെ വല്ലതും ഉണ്ടോ ഖുർആനില്? ഇല്ല. റുകൂ എന്ന് പറയുന്ന ഓച്ചാനിച്ച് നിൽക്കുക എന്ന മലയാള അർത്ഥമുള്ള ആ റുകൂ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന സുബ്ഹാന റബ്ബിയൽ അളീം വ ബിഹംദിഹി എന്നത് ഖുർആനിന്റെ ഒരായത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. റമളാൻ മാസം വരികയാണ്. ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ പുണ്യമായ റമളാൻ കടന്നു വരുമ്പോ റമളാൻ മാസത്തിലെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ, ആ ദിവസത്തിൽ ഞാൻ എന്താ പറയേണ്ടത് റസൂലേ? ആയിഷ ബീവി ചോദിക്കുമ്പോ ലോകത്തൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസങ്ങളിൽ ഞാൻ എന്ത് പറയണം നബിയേ? ആ സമയത്ത് തിരുനബി പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതാണ് ആയിഷ പറയേണ്ടത്. ഇതേതായത്തിലാണ്, ഏത് സൂറത്തിലാണ് പ്രിയപ്പെട്ടവരെ? ഇല്ല. ഇങ്ങനെ നോക്കിയാൽ പ്രിയമുള്ളവരെ, അല്ലാഹുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഇബാദത്തിന്റെ വിഷയത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥനകളെ പറ്റി ഖുർആനിലില്ല. നിസ്കാരത്തിന്റെ ഒരു കർമ്മങ്ങളെ പറ്റിയും നിസ്കാരത്തിന്റെ ഒരു ദിക്റിനെ പറ്റിയും ഖുർആനിലില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു സത്യവിശ്വാസിയോട് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എന്ന ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടി ദുആരക്കേണ്ടത്? ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചല്ലോ, നാളത്തെ പ്രഭാത പൊട്ടിവിടരുമ്പോ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആണ്ട് ദിനമാണല്ലോ. ആ മനുഷ്യന് വേണ്ടി എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? പൂക്കോയാട്ടങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ശംസുൽ ഉലമയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ആനക്കര കോയക്കുട്ടി ഉസ്താദിന് വേണ്ടി എങ്ങനെയാ ദുആ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദിന് വേണ്ടി ദുആരക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങളുടെ മരണപ്പെട്ടു പോയ വാപ്പ, നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മ, നിങ്ങളുടെ മരണപ്പെട്ടു പോയ സഹോദരങ്ങള്, നിങ്ങളുടെ പ്രിയപ്പെട്ടവര് നിങ്ങളിൽ നിന്ന് മരിച്ചു പോയല്ലോ, അവർക്ക് എങ്ങനെ ദുആരക്കണമെന്ന് 6660 ചില്ലുവാനും ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ? ഏത് സമയത്താ പടച്ചവനത് പറഞ്ഞത്? അവനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന അഖറബുമായ ഖൂലുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. ഒരു മനുഷ്യൻ അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിൽ വെച്ചാണല്ലോ. ആ സുജൂദിൽ എന്ത് ചൊല്ലണമെന്ന ഖുർആനിലില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നലകളിലും മരണപ്പെട്ടു പോയ ഉസ്താദുമാർക്കുള്ള ദുആ എങ്ങനെയാ? റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പ്രിയപ്പെട്ടവരെ, ഖുർആനിലുണ്ട്, തന്റെ ചൂടും ചൂരുമേറ്റ് തന്നോടൊപ്പം രാത്രി പങ്കിടുന്ന മാറിടത്തിന്റെ സുഗന്ധമേറ്റ് വാങ്ങുന്ന, തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റുന്ന പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ്, അവർക്ക് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എങ്ങനെയാണ്
എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ, അവനുമായി ബന്ധപ്പെട്ട ദിക്റുകളൊക്കെ ഖുർആനിൽ നിന്ന് പറയാതിരിക്കുമ്പോഴും പടപ്പുകളുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പരാമർശിച്ചില്ലേ? തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മാക്ക് എങ്ങനെയാ ദുആ രക്കേണ്ടത്? ജന്മം നൽകിയ വാപ്പയ്ക്ക് എങ്ങനെയാ ദുആ രക്കേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, ചെറിയ പ്രായത്തിൽ എന്നെ കരുണയോടെ നോക്കിയ എന്റെ ഉമ്മാക്ക് വാപ്പാക്ക് നീ കരുണ ചൊരിയണം അല്ലാഹ്. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദുആയല്ലേ? നോക്കിയ നിങ്ങൾ എത്ര മഹത്വമാണ് മാനുഷിക ഗുണങ്ങൾ, മാനുഷിക പരിഗണന, മാനുഷിക ബന്ധങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. 11 മണിയാകുമ്പോ 11 കാലാകുമ്പോ പ്രസംഗം നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് മംബഉ സആദക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നിങ്ങൾ തരുന്ന സാധനങ്ങൾ, തരുന്ന ആ ഒരു തുക, ഓഫർ ഇൻഷാ അല്ലാഹ് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ എഴുതിയെടുത്ത് നമുക്ക് നന്നായിട്ട് ദുആ ചെയ്ത് അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ മനോഹരമായ നമ്മുടെ മുൻഗാമികൾ അവരെ ഓർമ്മിപ്പിക്കുന്ന നിലയിലുള്ള, ഇന്നിപ്പോ എല്ലാം മാറിയല്ലോ, എല്ലാം മാറി. ഇന്നിപ്പോ ഉറൂസുകൾ പോലും എന്തോ ഒരു ശുദ്ധ അസംബന്ധങ്ങളാ ഉറൂസിന് പോലും നടക്കുന്നത്. ഒറ്റ ഒരുത്തനെയും അത് ഏത് മഹല്ല് കമ്മിറ്റിയാണെങ്കിലും പോയി പണി നോക്കടാ, വീട്ടിലിരിക്കടാ എന്ന് പറയാൻ ഉലമാക്കൾക്ക് തന്റെ ഇടമുണ്ടാകണം. എന്താ കാര്യം എന്നറിയോ? മഹാന്മാരുടെ മക്കാമും ആ മക്കാമ് ഉറൂസ് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങളുണ്ട്. ഞാൻ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഒന്നുമല്ല, ഞാൻ 916 സുന്നി തന്നെയാണ്. പക്ഷേ ഇന്ന് ഉറൂസുകളുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കുറെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. ആനയെ കൊണ്ടുവന്ന് മുട്ടയെടുത്തിട്ട് മരത്തിന്റെ പൊത്തിലിരിക്കുന്ന പാമ്പിന് കൊടുക്കുന്ന പരിപാടി. തൃശ്ശൂർ ജില്ലയിൽ ഒരു ഉറൂസിന് അവിടെ കിടക്കുന്ന മഹാന് തിരിച്ചു വരാനുള്ള ഭാഗ്യം അല്ലാഹു തആല കൊടുത്താൽ, ഈസാ നബിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കൊമ്പി ഇതിനില്ല എന്ന് പറഞ്ഞാൽ മരിച്ചടക്കുന്ന ആള് ചാടി എണീക്കുമായിരുന്നു. ആ ഒരു ഭാഗ്യം ഈ കാലഘട്ടത്തിൽ എങ്ങാനും അല്ലാഹു കൊടുത്ത സകല മഖ്ബറകളിൽ നിന്നും മഹാന്മാർ എഴുന്നേറ്റ് അതിന്റെ കമ്മറ്റിക്കാരെ കഴുത്തിന് പിടിച്ചിട്ട് നാഭിക്ക് ചവിട്ടും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അള്ളാന്റെ റസൂലിന്റെയും അള്ളാന്റെ ഔലിയാക്കളുടെയും പേരിൽ തോന്നിയാസം പൈസ വേണമെങ്കിൽ വേറെ പണി നോക്കണം, വേറെ പണിക്ക് പോകണം. പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഉറൂസ് വേണം, മഹാന്മാരെ ആദരിക്കണം. അവരൊക്കെ നമ്മളെ പോലത്തെ മനുഷ്യരല്ല, സർവ്വതും അള്ളാഹ്ക്ക് ത്യജിച്ചവരാണ്. ഉറൂസുകൾ നടക്കണം. പക്ഷെ ആ ഉറൂസിന്റെ പേരിൽ ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വലിയ വായും തുറന്നു വെച്ചിട്ട് തൊട്ടപ്പുറത്ത് മരണക്കിണർ. ആർക്ക് വേണ്ടിയിട്ട്, ആരെ പ്രതിപ്പെടുത്താനാ? തൊട്ടപ്പുറത്ത് മരണക്കിണർ. ആ മരണക്കിണറിൽ പൈസ ഉണ്ടാക്കുന്നു. ഇവിടെ ഞാൻ നിന്ന് മതം പറയുന്നു, അപ്പുറത്ത് ദുനിയാവിന്റെ കച്ചവടം. പൈസ ഉണ്ടായിരിക്കും നിങ്ങളെ, ഞാൻ കൊണ്ടാവുന്ന. പിന്നെ തങ്ങൾ എന്തായാലും എടുത്ത് തിരിച്ചിടണ്ട, അങ്ങ് കൊണ്ടോളി. തങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഈ ബക്കറ്റുകളെ തങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട, അത് വലിയൊരു തുകയാണ് എടുത്തത്. അപ്പൊ നിങ്ങളും ചെറുതാക്കി കളയരുത് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നിലവിലുള്ള നോട്ട് 12 മണി ആയില്ലേ, എപ്പോഴാ നോട്ടിന്റെ നിരോധനം പറഞ്ഞെന്ന് പറയാൻ പറ്റൂല. ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാ തോന്നുന്നത്. അപ്പൊ ഏതായാലും ഉള്ളതിൽ ഏറ്റവും നോട്ട് ഇഷാവരെ നിങ്ങൾ കണ്ടത് ഏറ്റവും വലിയ നോട്ട് എടുത്തിട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ സ്വതക്ക സ്വീകരിക്കട്ടെ. അല്ലാഹു ജാരിയായി സ്വതക്കയിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ശ്രദ്ധിച്ചോളി, ബക്കറ്റ് അതിന്റെ വഴിക്ക് നടക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചോളി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ലേ? ഇതെല്ലാം പഠിപ്പിച്ചതല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഉറൂസുകൾ, അത് പോട്ടെ, അതിന്റെ വഴിക്ക് നമുക്കങ്ങ് വിടാം. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇടപെടൽ എങ്ങനെയാണെന്നറിയോ? ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അവൻ പൊറുക്കും. നമ്മുടെ റബ്ബല്ലേ, കരുണാമയനായ കാരുണ്യവാനായ പടച്ചോൻ പൊറുക്കാതിരിക്കോ നമ്മളോട്? പക്ഷേ ആ പടച്ചവൻ പഠിപ്പിച്ച പടപ്പുകളോടുള്ള കടമകളിൽ വീഴ്ച വരുത്തുന്നവനെ ഒരിക്കലും അല്ലാഹു വിടില്ല. നിസ്കാരം എത്ര റക്അത്താണെന്ന് ഖുർആനിലുണ്ടോ?
ഉണ്ടോ? നിസ്കാരം എത്ര വഖത്താണെന്നത് പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉലമാക്കൾ ഇജ്തിഹാദ് ചെയ്ത് പറഞ്ഞതിനപ്പുറത്ത് വിശുദ്ധമായ നമസ്കാരം എന്ന കർമ്മമുണ്ടല്ലോ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല അതിനകത്ത് ഇങ്ങനെ നിസ്കരിക്കണം, കൈവിടെ കെട്ടണം, ആ നമസ്കാരം ആര് ഇമാമത്ത് നിൽക്കണം, ആര് മാമൂമായിരിക്കണമെന്ന ഖുർആനിലില്ല. അതെല്ലാ തിരുനബിയുടെ വാക്കുകളിലാണ്, ഹദീസ് ശരീഫുകളിലാ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നോമ്പ് പിടിക്കുന്നതിനെ പറ്റിയിട്ട് നോമ്പ് ഇന്നത് മുറിച്ചാൽ ഇന്നത് കഴിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകും, ഇന്നത് പറഞ്ഞാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ഖുർആനിന്റെ ആയത്തുകളല്ല, അതെല്ലാം ഹദീസുകളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഹജ്ജിന് ഇന്ന വേഷം ധരിക്കണം, ഹജ്ജിന് ഇവിടെ നിന്ന് ആരംഭിക്കണം, ഇതെല്ലാം വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളോ ഉംറയുടെ രീതികളോ വിശുദ്ധ ഖുർആൻ പറയാതിരിക്കുമ്പോ സക്കാത്ത് എന്ന് പറയുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയമെത്തിയപ്പോ ഹജ്ജ് അല്ലാഹുമായി ബന്ധപ്പെട്ടതാ, നോമ്പ് പടച്ചോരുമായി ബന്ധപ്പെട്ടതാ, നിസ്കാരം അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ടതാ. അവിടെയെല്ലാം അല്ലാഹു തആല പറയുന്നതിൽ ലിമിറ്റ്സ് വെച്ചപ്പോൾ അല്ലാഹു സക്കാത്ത് എന്ന പടപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയം വന്നില്ലേ? അവിടെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയതെന്താ? ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പെങ്ങളെ. കണ്ണിൽ നിൽക്കുന്ന തന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് എടുത്ത് കൊടുക്കുന്നതിന്റെ പേരല്ല സക്കാത്ത്. റമദാൻ മാസത്തിൽ ഒരു കസേര വലിച്ചിട്ട് ആ കസേരയിലേക്ക് കയറിയിരുന്നിട്ട് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കുറച്ച് ചില്ലറ വാങ്ങി ചേഞ്ച് വാങ്ങിയിട്ട് വലിയ ഒരു സഞ്ചിക്കകത്താക്കിയിട്ട് തന്റെ വീട്ടിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവർക്ക് 5 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, 2 രൂപ, 1 രൂപ എന്ന നിലയില് മുഖം നോക്കിയിട്ട് എടുത്തു കൊടുത്തിട്ട് തന്റെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ക്യൂ നഗരമധ്യത്തിലൂടെ അങ്ങനെ നീണ്ടു പോകുമ്പോൾ ഞാനിതാ വലിയ ധർമ്മിട്ടനാണ് എന്ന് സ്വയം പുകഴ്ത്തിയിട്ട് വലിയ ആളായിക്കൊണ്ട് ധർമ്മം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഞാൻ സക്കാത്ത് കൊടുത്തു എന്ന് അവകാശം പറയുന്നവരെ ഇല്ല, ഇതിന്റെ പേര് സക്കാത്ത് എന്നല്ല. സക്കാത്ത് അല്ലാഹു 8 കൂട്ടർക്ക് കൊടുക്കണമെന്നാ പഠിപ്പിച്ചത്. 9ാമതൊരു കൂട്ടരില്ല, 8 കൂട്ടം ആളുകളെ അല്ല എണ്ണിയല്ലേ പഠിപ്പിച്ചത്. നിസ്കാരത്തിന്റെ റക്അത്ത് അല്ല പറയാതിരുന്നപ്പോ ഹജ്ജ് ചെയ്യുന്നതിന്റെ അമലുകൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് പിന്നെ ചെയ്യേണ്ടതെന്ന് അല്ല പറയാതിരുന്നപ്പോൾ സഹോദരങ്ങളെ നോമ്പ് പിടിക്കുമ്പോൾ ഏതെല്ലാം കഴിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് പറയാതിരുന്നപ്പോ സക്കാത്തിന്റെ വിഷയം വന്നപ്പോ അല്ലാഹു തആല പറഞ്ഞതെന്താ? സൂറത്തു إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. അല്ലാഹു 8 കൂട്ടരെ എണ്ണി പറയുകയാ. 8 കൂട്ടം ആളുകളെ എണ്ണി പറഞ്ഞു, ഇവർക്കാ നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതിനപ്പുറത്ത് സക്കാത്തിന്റെ പൈസ പള്ളിക്ക് തായോ എന്ന് പറഞ്ഞ് വരുന്നവന് കൊടുത്ത സക്കാത്താവൂല. അതിന്റെ പേര് സദഖ എന്നോ ഹദി എന്നോ ഹിബത്ത് എന്നൊക്കെ ഗിഫ്റ്റ് എന്നൊക്കെ ആവുള്ളൂ. സക്കാത്ത് പള്ളിക്ക് വാങ്ങിക്കൂടല്ലോ, സക്കാത്ത് പള്ളിക്ക് വാങ്ങിക്കൂടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ സക്കാത്ത് ഈ 8 കൂട്ടരല്ലാത്ത ഒരു കൂട്ടർക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന് 5 സ്തംഭങ്ങളിൽ, പഞ്ചസ്തംഭങ്ങളിൽ നിസ്കാരത്തിന്റെ ആ രീതിയും നോമ്പിന്റെ രീതിയും ഹജ്ജിന്റെ രീതിയും പറയാതെ അല്ലാഹു തആല മനുഷ്യരുമായി ബന്ധപ്പെട്ട സക്കാത്തിന്റെ വിഷയം വന്നപ്പോ ഇന്ന കൂട്ടർക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, മാനുഷിക പരിഗണന ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നുള്ള പഠിപ്പിച്ചത്. നിസ്കാരത്തിന് കുറവൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ഇന്നത്തെ ആളുകളുടെ കുഴപ്പം പടപ്പുകളോടുള്ള കാര്യങ്ങളിൽ, ബാധ്യതകളിൽ നമുക്ക് വീഴ്ച. അത് അല്ലാഹു പൊറുക്കില്ല, അത് ഒരിക്കലും അല്ലാഹു നമ്മളിൽ നിന്ന് പൊറുക്കില്ല. നോക്കൂ, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ ഈ സദസ്സിൽ വെച്ചെങ്ങാനും മരിച്ചുപോയാൽ എന്നെ കൊണ്ടുവയ്ക്കുന്ന ഖബറുണ്ടല്ലോ, അതിന്റെ പേര് ബർസഖ് എന്നാണ്. ബർസഖ് എന്ന് പറഞ്ഞ അർത്ഥം മറയെന്നാണ്. ജീവിച്ചിരിക്കുന്നവരെ ഖബറിന്റെ അടുക്കൽ വന്ന്, എന്റെ ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ട്, എന്റെ പ്രിയപ്പെട്ടവരാ 6 അടി മണ്ണിന്റെ അടിയിൽ ഞാൻ കിടക്കുമ്പോ എന്റെ ഖബറിന്റെ മുകളിൽ വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും എന്റെ ഖബറിനകത്ത് നടക്കുന്നതിനെ പറ്റി നോക്കാൻ ഉദ്ദേശിച്ചാൽ, മണ്ണ് മാറ്റിയിട്ട് പലകയെടുത്തിട്ട് നോക്കിയാൽ എന്നെ എങ്ങനെയാണോ കൊണ്ടുവച്ചത് ആ പൊതിയപ്പെട്ട അവസ്ഥയിലല്ല
അല്ലാതെ കാണൂലല്ലോ. ഞാൻ നല്ലവനാണെങ്കിൽ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റൂല. ഞാൻ മോശക്കാരനാണെങ്കിൽ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റൂല. ഇതെല്ലാം മറയ്ക്കപ്പെട്ടതാണ്. അതാണ് പറഞ്ഞത് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ നിങ്ങൾക്ക് മറയ്ക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ഖബറാണത്. മരിച്ചവരെ പറ്റി അത്രയും പറഞ്ഞല്ല സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അതിനകത്ത് നടക്കുന്നതിനെ പറ്റി ഖുർആനിലില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണേ. പക്ഷെ മരണപ്പെട്ടു പോയ ആളിനെ പറ്റി പറയുന്നതിൽ അല്ലാഹു തആല പരിധികൾ വെച്ചു. എന്നാൽ ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റി ഖുർആൻ വാചാലമായി അനന്തര സ്വത്ത്, ഭാര്യയ്ക്ക് ഇത്ര, ഉമ്മാക്ക് ഇത്ര. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാൻ. കാറ്റുപോയൊരു മനുഷ്യൻ, അവന്റെ ജീവൻ പോയി, അവനെ കൊണ്ടുവന്ന് അയ്യായ പള്ളി ഖബർസ്ഥാനിൽ അടക്കി. അതോടുകൂടി ചർച്ച തീർന്നു. അള്ളാന്റെ ഖുർആൻ പിന്നെ അവനെ പറ്റി പറയുന്നില്ല, അവനെ പറ്റി പറയുന്നില്ല. കഴിഞ്ഞല്ലോ. ഇനി അള്ള പറയുന്നത് എന്താണ്? ഈ മരിച്ചവന്റെ ഭാര്യ, ഈ മരിച്ചവന്റെ ഉമ്മ, ഈ മരിച്ചവന്റെ ബാപ്പ, ഈ മരിച്ചവന്റെ മക്കള്, ഈ മരിച്ചവരുടെ സഹോദരങ്ങൾ, അവർക്ക് ഈ സ്വത്തിൽ ഇത്രയുണ്ട്, സുമുനുണ്ട്, സുദുസുണ്ട്, റുബുണ്ട്, നിസ്ഫുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഓഹരി, ഇത്ര ഓഹരി, ഇത്ര ഓഹരി എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ വാചാലമാകുന്നുണ്ട്. സൂറത്തുൻ നിസായില് ഹാഫിളീങ്ങൾ ചോദിച്ചറിയാം, ഏറ്റവും കൂടുതൽ പഠിക്കാൻ പ്രയാസമുള്ളത് ഈ ഭാഗങ്ങളെന്നാണ് പല ഹാഫിളീങ്ങളും പറഞ്ഞിട്ടുള്ളത്. വറാസത്തിന്റെ വിഷയം പറയുന്ന ആയത്തുകൾ അതെത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകും. സാധാരണ നമുക്ക് യാസീൻ തിരിയും പോലെ ആയത്തുൽ അർദുൽ മൈതത്തു ഉണ്ട്, ആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഹു ഉണ്ട്, ആയത്തുൽ ലഹും അന്ന ഹമൽനയുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് യാസീൻ തീരും. മരിച്ച് മൂന്നാം വാദ്യ കഴിഞ്ഞാൽ യാസീൻ തീരാതിരിക്കുകയും ചെയ്യും, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പൊ അതുപോലെ ഹാഫിളീങ്ങൾക്ക് തെറ്റുന്ന ഒരു ഭാഗമാണ് വറാസത്തിന്റെ അനന്തരാവകാശത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ഭാഗങ്ങൾ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയേ. മരിച്ച ആളുകളെ പറ്റി പറയുന്നതിൽ അല്ലാഹു തആല ഒരു പരിധി വെച്ചിട്ടുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കൃത്യമായി ഇത്ര കൊടുക്കണം, ഇത്ര കൊടുക്കണം, അവരുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയേ ഉള്ളൂ, മറ്റവര് കൂടുതലുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിച്ചില്ലേ?